ഹായ് ഓൾ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ഗജാനന്ദൻ്റെ ആൾക്കാരും ഗജാനന്ദനും ചേർന്ന് അടുക്കളപ്പുറത്തെ വാതിലൊക്കെ കുത്തിപ്പൊളിച്ച് തുറന്ന് അതിനുശേഷം അകത്തേക്ക് കയറിയിരിക്കുകയാണ്. അകത്ത് സെൻട്രലിൽ തന്നെ നമ്മളെ സച്ചിയാണ് കിടന്നിട്ടുള്ളത്. അപ്പോൾ അവർ വിചാരിച്ച കാര്യം എന്ന് പറഞ്ഞാൽ സച്ചി വീട്ടിലേക്ക് പോയിട്ടുണ്ടാകും. ആടിമാസമാണല്ലോ, അതുകൊണ്ട് അവർ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ രേവതിയാണ് സെൻട്രലിൽ തന്നെ കിടക്കുന്നത് എന്ന് വിചാരിച്ച്, അതായത് സച്ചി മൂടി പൊതിച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അവർ പറയാണ്, ഗജാനന്ദൻ പറയാണ്, രേവതി നീ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. രേവതി നീ സുഖമായിട്ട് ഉറങ്ങ്. ഇനി നിനക്ക് ഇങ്ങനെ ഉറങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇന്നത്തോടെ നിന്റെ ജീവിതം തീർന്നു. നീയും നിന്റെ കെട്ടിയവനും പല തവണ എന്നെ അപമാനിച്ചു. അവൻ എൻ്റെ മേൽ കൈവച്ചു. എല്ലാറ്റിനും കൂട്ടിച്ചേർത്ത് ഇന്ന് ഞാൻ നിനക്ക് തരാൻ പോവാ. ഗജാനന്ദൻ പതുക്കെ അവിടെ ഇരുന്ന്, അതായത് സച്ചിയുടെ അടുത്ത് പതുക്കെ ഇരുന്ന് അതിനുശേഷം പൊതച്ച് കിടക്കുന്ന ഷീറ്റ് മാറ്റുകയാണ്. ഷീറ്റ് മാറ്റിയപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. സച്ചി തലക്ക് കൈയൊക്കെ കൊടുത്ത് നല്ല സ്റ്റഡിയിൽ എണീച്ചിട്ട് നോക്കിച്ചിരിക്കുകയാണ്. അപ്പം തന്നെ അവൻ്റെ ശ്വാസം പോയിന്. അപ്പോൾ പറയാണ്, സച്ചി തലക്ക് കൈയും കുത്തിയിട്ട് നോക്കുകയാണ്, നോക്കി ചിരിക്കുകയാണ് ഗജാനന്ദനെ. അവൻ പെട്ടെന്ന് തന്നെ എണീറ്റ് നിന്ന് അവരെ രണ്ടുപേരെയും നോക്കുകയാണ്. വാ, ഇത്രയും നേരം ഞാൻ നിങ്ങളെ കാത്തിരിക്കായിരുന്നു. ഗജാനന്ദൻ പറയാണ്, നീയല്ലടാ പറഞ്ഞത് അവൻ ഇവിടെ ഇല്ല പോയെന്നാണ് സാർ ഞാൻ വിചാരിച്ചത്. ഹായ് എന്ന് പറഞ്ഞ് സച്ചി പുതപ്പിനുള്ളിൽ നിന്ന് പുതപ്പൊക്കെ മാറ്റിയിട്ട് എണീക്കാണ്. ഗജാനന്ദൻ രണ്ട് കൂട്ടുകാരോട് പറയാണ്, നിങ്ങൾ രേവതിയെ നേരത്തെ നോട്ടയിട്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഈ വൃത്തികെട്ടവൻ ഇവിടെ വരുമെന്ന്. ആടിമാസമല്ലേ, അതാ നിങ്ങൾക്കൊക്കെ ഇളക്കം കൂടുതൽ. ഏതായാലും നീ ഇവിടെ വന്ന് കാവൽ കിടന്നത് നന്നായി. ഇനി നിന്നെ തേടി മറ്റെവിടെയും പോകണ്ടല്ലോ. ഇവിടെ കിടന്ന് തീരാനാണ് നിന്റെ യോഗം. അത് പറഞ്ഞതും ഗജാനന്ദൻ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങിയപ്പോൾ തന്നെ സച്ചി അതിനെ കയ്യിൽ കയറി പിടിച്ചു. പിന്നെ നല്ല പൊരിഞ്ഞ അടിയായിരുന്നു. ഗജാനന്ദന് ചോദിച്ചു വാങ്ങാൻ വന്നതുപോലെ നല്ല അടി കിട്ടുകയാണ്. അവർ 3 പേരുണ്ടായിട്ട് സച്ചിയെ ഒതുക്കാൻ പറ്റുന്നില്ല. നല്ല പൂരം പോലത്തെ അടിയാണ് സച്ചിയുടെ അടുത്ത് നിന്ന് കിട്ടുന്നത്. ഒടുക്കം 3 പേര് ഓടുകയാണ്. ഓടി പുറത്ത് പോയി. അപ്പോൾ അവിടെയും സച്ചി വിട്ടില്ല. സച്ചി പിറകെ ഓടി പിടിച്ചു. എടാ, എത്ര കിട്ടിയാലും നിനക്ക് മതിയാവില്ല അല്ലേ? പിന്നെയും ചോദിച്ചു വാങ്ങാൻ വേണ്ടി വന്നതാ? നിക്കടാ അവിടെ എന്ന് പറഞ്ഞ് സച്ചി പിന്നാലെ ഓടുകയാണ്. അവർ 3 പേരും രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിക്കുകയാണ്. വീണ്ടും സച്ചി കയറി പിടിച്ചു. നല്ല അടി കൊടുക്കുകയാണ്. പുറത്ത് നല്ല അടി നടക്കുകയാണ്. അപ്പോൾ പെട്ടെന്നാണ് രേവതിക്ക് ഉറക്കം ഞെട്ടിയത്. രേവതി ശ്രദ്ധിക്കുകയാണ്, എന്തോ ഒച്ച കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ള ധാരണയിൽ. അയ്യോ അമ്മേ, ദേവു, എന്തോ ശബ്ദം കേൾക്കുന്നു, എണീക്ക്. എന്താ മോളെ? അറിയില്ല അമ്മേ, വാ നോക്കാം. അമ്മ ശരത്തിനെ വിളിക്കുകയാണ്. ശരത്തേ എന്ന്. എല്ലാവരും എണീറ്റ് പുറത്തേക്ക് വരികയാണ്, രേവതിയും ദേവും, അതായത് അമ്മയൊക്കെ. അപ്പോൾ രേവതി അപ്പോഴാണ് കാണുന്നത് സച്ചിയും ഗജാനന്ദൻ്റെ ആൾക്കാരും അടി കഴിയുന്ന രംഗം. അവൾ വിളിച്ച് ഓടുകയാണ്, സച്ചിയേട്ടാ എന്ന്. അമ്മേ നിൽക്കും മോളെ, പോവല്ലേ, നീ അങ്ങോട്ട് പോവണ്ട. സച്ചി 3-നെയും പിടിച്ച് കൊടയാണ്. അപ്പോൾ രേവതി ചോദിക്കുകയാണ്, എന്താ ഇവരൊക്കെ എന്താ ഇവിടെ? സച്ചി, നിർത്ത് മോനെ, നിർത്ത്, എന്താ ഉണ്ടായത്? അപ്പോഴേക്കും ഒച്ചയും ബഹളമൊക്കെ കേട്ടിട്ട് അയൽവക്കത്തുള്ള ആൾക്കാരൊക്കെ ഓടിക്കൂടുകയാണ്. സച്ചിയേട്ടാ നിർത്ത്. അപ്പോൾ ശരത്ത് പറയാണ്, വേണ്ട, വിടരുതവനെ, അവന് കൊള്ളട്ടെ എന്ന് പറയാണ്. അപ്പോൾ അയൽവക്കത്ത് നിന്ന് ആ സ്ത്രീ ചോദിക്കുകയാണ്, ഇവരൊക്കെ എന്താ ഇവിടെ? എന്താ സച്ചി പ്രശ്നം? ഒന്നുമില്ല, ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത് മതിയായില്ല, എന്നിട്ട് വന്നതാ. വീണ്ടും അടി വാങ്ങാൻ വേണ്ടി വന്നതാ. കൊടുത്തോ. ഡാ, പകല് നിൻ്റെ ആൾക്കാർ വന്ന് നോക്കിയപ്പോഴേ ഞാൻ ഉറപ്പിച്ചതാ ഇന്ന് രാത്രി നീ വരും എന്ന്. അതാടാ ഞാനിവിടെ കാവൽ നിന്നത്. അത് കേട്ടെല്ലാവരും പരസ്പരം നോക്കുകയാണ്. അതുകൊണ്ടായിരിക്കും സച്ചി നിന്നത് എന്നുള്ള ധാരണയിൽ. അപ്പോൾ സച്ചി അവൻ്റെ അടുത്ത് പറയാണ്, എടാ, എൻ്റെ പെണ്ണാടാ അവൾ. നീ ഒരു 7 ജന്മം ജനിച്ചാലും അവളെ തൊടാൻ കഴിയില്ലടാ. തൊടാൻ പോയിട്ട് ഒന്ന് നോക്കാൻ പോലും വിടില്ലടാ ഞാൻ. എല്ലാവരും പറയാണ്, നിർത്തല്ല, അവന് കൊള്ളട്ടെ എന്ന്. അപ്പോൾ രേവതിയുടെ അമ്മ പറയാണ്, മോനെ സച്ചി നിർത്ത്, ഇനിയും അടിച്ചാൽ അവൻ മരിച്ചു പോകും. അപ്പോൾ രേവതിയും പറയാണ്, നിനക്കെന്താടാ നാണയില്ലേ? എത്ര തവണ നീ ഇദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് കയ്യിൽ നിന്നും അടി വാങ്ങിച്ചു? ഇരന്ന് വാങ്ങാൻ വീണ്ടും വന്നിരിക്കണോ നീ? വീണ്ടും ദേവു അറിയാം, ഇടിക്ക് സച്ചിയേട്ടാ, അവന് കൊടുത്തത് പോരാ. രാത്രി വീട്ടിൽ കയറി വരാൻ അത്രയ്ക്കും ധൈര്യമാണോ നിനക്ക്? പല തവണ നിന്നെ ഞാൻ വിരട്ടി വിട്ടതാ, എന്നിട്ടും നീ അടങ്ങിയില്ല അല്ലേ? നീ എന്നോട് ചെയ്ത ദ്രോഹത്തിന് നിന്നെ കൊല്ലേണ്ടതായിരുന്നു ഞാൻ. എൻ്റെ കൂടെയുള്ളവരെ ഓർത്താ ഞാൻ നിന്നെ വെറുതെ വിട്ടേ.
ഇനി എൻ്റെ കുടുംബത്തിൽ കയറി കളിച്ചാൽ നിന്റെ കയ്യും കാലും ഉണ്ടാവില്ല ശരീരത്തിൽ. വെട്ടിക്കീറി ഞാൻ കായലിലെറിയും. സച്ചി അവനെ അടിച്ച് ചമ്മന്തി പരുവാക്കി എന്നിട്ടാണ് വിട്ടത്. മോനെ സച്ചി, നീ പോകണ്ട എന്ന് പറയാണ്. അപ്പോൾ അയൽവക്കത്തുള്ള ശ്രീ പറയാണ്, സച്ചി ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങളുടെ കാവൽ ദൈവമാണ് സച്ചി. അവനുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ആരെയും പേടിക്കാതെ ജീവിക്കാം. നിങ്ങൾക്ക് മാത്രമല്ല, നമുക്കും. അങ്ങനെ അടിയൊക്കെ കഴിഞ്ഞ് അവരെയൊക്കെ വിട്ടിട്ട് സച്ചി ഇങ്ങോട്ടേക്ക് വരികയാണ്. അതിൽ ഒരാൾ പറയാണ്, കലക്കും മോനെ, സൂപ്പർ, ശരിയേട്ടാ. കോട്ടെ ചേച്ചി, ശരി എന്നാൽ പോട്. ബാക്കി എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ സച്ചി പറയാണ്, നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ എന്താ നിൽക്കുന്നത്? ചെല്ലേ, ചെന്ന് കിടക്ക്. ചെല്ലേ, എല്ലാവരും പോട്, എല്ലാവരും പോയി കിടന്നോ. എല്ലാവരും എന്താ നോക്കി നിൽക്കുന്നേ? പോട്, എല്ലാവരും പോയി ഉറങ്ങിക്കോ. ഇനി അവന്മാർ വരില്ല, അവന്മാർ പോയി. ചെല്ലമ്മേ, ധൈര്യമായിട്ട് ചെല്ലേ. വാ മക്കളെ, കിടക്കാം. രേവതി പിന്നെ മെല്ലെ അവൻ്റെ അടുത്തോട്ട് പോയിട്ട് സാരീൻ്റെ തുമ്പെടുത്തിട്ട് മുഖവും കഴുത്തും ഒക്കെ തുടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സച്ചി പറയാണ്, നീ ചെല്ല്, പോയി കിടന്നോ. രേവതി പോകാൻ കൂട്ടാക്കുന്നില്ല. അപ്പോൾ അവൻ പറയാണ്, ഞാൻ ഹാളിൽ തന്നെ കിടന്നോളാം, നീ ചെല്ല്, മുറിയിൽ പോയി കിടന്നോ. പിന്നെ അവരുടെ അടുത്ത് പോയി അവർ കാത്തു നിൽക്കുകയാണ്, രേവതി പോകുന്നതും കാത്തിട്ട്. എന്നിട്ട് രേവതി പോയിട്ട് പറയാണ്, ഇപ്പം മനസ്സിലായോ സച്ചിയേട്ടൻ ആരാണെന്ന് അമ്മയ്ക്ക്? അവൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? അവനെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞേക്കാൻ നോക്കിയത് തെറ്റായിപ്പോയി മോളെ. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ സച്ചിയേട്ടനെ എൻ്റെ റോൾ മോഡൽ ആക്കിയത്. അപ്പോൾ ദേവു പറയാണ്, ഗജാനന്ദൻ ഇനി ഈ വഴിക്ക് വരില്ല. അത് തന്നെ. അമ്മേ, അച്ഛനുള്ള മീൻകറി കൊടുത്ത് വിട്ടിട്ട് സച്ചിയേട്ടനെ വിട്ടാലോ? കളിയാക്കാതെടി, വാ പോയി ഉറങ്ങാൻ നോക്ക്. ശരത്തിനോട് പറയാണ്, വാ മോളെ, നമുക്ക് കിടക്കാം. പിന്നെ രവിയേട്ടനും അയാളുടെ കൂട്ടുകാരനും ചേർന്ന് നടത്തമൊക്കെ കഴിഞ്ഞ് എക്സസൈസൊക്കെ ചെയ്യാണ്. അപ്പോൾ അതിനിടയിൽ കൂട്ടുകാരൻ പറയാണ്, രവി, പെൻഷൻ കാശിനി എത്രയും പെട്ടെന്ന് തന്നെ കിട്ടുമായിരിക്കും അല്ലേ? കിട്ടും. പാസ്സാവാൻ ഉത്തരവിട്ടിട്ടുണ്ടല്ലോ? അതെ. മധുസൂദനെ ഇനി ഒരു തൊഴിലാളിയോടും ഇങ്ങനെ ദ്രോഹം ചെയ്യില്ല. നന്നായി പേടിച്ച് കാണും. അതെ, ഇങ്ങനെ ആവുമെന്ന് പുള്ളി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പോഴോ മധുസൂദനും ഭാര്യയും അവിടെ എത്തിയിരുന്നു, അവരെ കാത്തിട്ട്. അപ്പോൾ രവിയേട്ടൻ കൂട്ടുകാരുടെ അടുത്ത് പറയാണ്, അയാൾ എന്നെ വിളിച്ച് കാണണം, സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് കാര്യം എന്നറിയില്ല. എന്ത് കാര്യമാണെങ്കിലും എനിക്ക് അയാളെ കാണാനും താല്പര്യമില്ല, അയാളോട് സംസാരിക്കാനും ഇഷ്ടമില്ല. എടാ, അയാളെ നിനക്ക് കാണാൻ താല്പര്യമില്ലെങ്കിലും അയാൾക്ക് നിന്നെ കാണാൻ താല്പര്യമുണ്ട്. അയാൾ നിന്നെ അങ്ങനെ വിടാൻ പോകുന്നില്ല. ദേ നോക്ക്, അപ്പോഴേക്കും പുറകിൽ രണ്ടുപേരും ഉണ്ടായിരുന്നു, അയാളും ഭാര്യയും. ഇവരെന്താ ഇവിടെ? എടാ, നിന്നെ കാണാൻ വന്നത് തന്നെയാ, അല്ലാതെ ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. എനിക്കവരെ കാണുകയും വേണ്ട, സംസാരിക്കുകയും വേണ്ട. താൻ ഇങ്ങോട്ട് വന്നേ. അത് കണ്ട് മധുസൂദൻ പിറകെ വരികയാണ്. രവി, ഒന്ന് നിൽക്ക്. ഏയ് രവി. അപ്പോൾ കൂട്ടുകാരൻ പറയാണ്, രവി നിൽക്ക്, എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ട്, അതിനാണ് ഞാൻ വന്നത്. എന്ത് സംസാരിക്കാൻ? ഇനി ഒരിക്കലും നിന്നെ കാണരുത് എന്ന് ആഗ്രഹിച്ചവനാണ് ഞാൻ. പക്ഷേ നിന്നെ എനിക്ക് വീണ്ടും കാണേണ്ടി വന്നു. ഇപ്പം ഞാൻ നിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എൻ്റെ മോൾക്ക് വേണ്ടിയാണ്. മനസ്സിലായില്ല? നിൻ്റെ ഒരു ഇളയ മകനുണ്ടല്ലോ, അവൻ ചെയ്യുന്നത് ശരിയല്ല. അവനെ നീ നിലക്ക് നിർത്തണം. കുറച്ച് നാളായി അവൻ എൻ്റെ മകളുടെ പിറകെയാണ്. അവൻ അവളെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കല്ലേ നീയും കൂടി അറിഞ്ഞുകൊണ്ടുള്ള കളിയല്ലേ ഇത്? എന്നോട് പ്രതികാരം ചെയ്യാൻ എൻ്റെ മകനെ ഇറക്കി വിട്ടിരിക്കല്ലേ നീ? അതുകൊണ്ടല്ലേ അവൻ എൻ്റെ മകളെ പാട്ടിലാക്കാൻ നോക്കുന്നത്. ഞാനെന്തിനാ നിങ്ങളോട് പ്രതികാരം ചെയ്യുന്നത്? കേസ് ഞാൻ ജയിച്ചു, എൻ്റെ പെൻഷനും പാസ്സായി. പിന്നെ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് എനിക്കെന്ത് നേടാനാ? പിന്നെ എന്തിനാണ് നിൻ്റെ ആ തെമ്മാടി പയ്യൻ എൻ്റെ മോളുടെ പിറകെ നടക്കുന്നത്? മര്യാദയ്ക്ക് സൂക്ഷിച്ച് സംസാരിക്കണം. എൻ്റെ മകൻ തെമ്മാടിയൊന്നല്ല. അവൻ നിങ്ങളുടെ മകളുടെ പിന്നാലെ നടക്കുകയില്ല. അങ്ങനെ ഒരുത്തനല്ല എൻ്റെ മകൻ. ആണ്. അവൻ എൻ്റെ വീട്ടിൽ വരെ വന്നതാ. ദിവസവും എൻ്റെ മോളെ ബൈക്കിൽ കയറ്റിക്കൊണ്ട് കറങ്ങുക അവൻ. ശ്രീകാന്തിനെക്കുറിച്ച് എനിക്ക് വളരെ നന്നായിട്ടറിയാം. അവൻ തെറ്റായിട്ട് തോന്നുന്നതൊന്നും ചെയ്യില്ല. അവനും നിങ്ങളുടെ മകളും തമ്മിൽ സുഹൃത്തുക്കളായിരിക്കും. അതായിരിക്കാം ബൈക്കിൽ ഒന്നിച്ച് പോകും വരികയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളുടെ മകളുടെ പിന്നാലെ നടക്കാനൊന്നും അവനെ കിട്ടില്ല. ബൈക്കിൽ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നത് നാട്ടുകാർ കണ്ടാൽ എന്തു പറയും? അവിടെ അപമാനിക്കപ്പെടുന്നത് ഞാനാ. മര്യാദയ്ക്ക് നിൻ്റെ മകനോട് എൻ്റെ മകളെ വിട്ടേക്കാൻ പറ. നിങ്ങളീ പറയുന്നത് കളവാണോ സത്യമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ നാട്ടുകാരുടെ വായടക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മകളുമായിട്ട് സംസാരിക്കുക. എൻ്റെ മകനെ കാണരുത്, സംസാരിക്കരുത് എന്ന് അവളോട് തന്നെ ചെന്ന് പറ. അല്ലാതെ രാവിലെ തന്നെ എന്നെ ഉപദേശിക്കാൻ വരികയല്ല വേണ്ടത്.
നീയാണിതിൻ്റെ പിന്നിൽ. നിന്റെ മകനെ നീ കയറൂരി വിട്ടിരിക്കല്ലേ എന്നെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി, പരിഹസിക്കാൻ വേണ്ടി. നിന്റെ മനസ്സിലിരിപ്പ് നടക്കില്ല രവി. ഞാനെന്തിനിങ്ങനെയൊക്കെ ചെയ്യണം? മറ്റുള്ളവരുടെ വിഷമത്തിൽ സന്തോഷം കൊണ്ട് ആടുന്നത് നിങ്ങളാണ്. എൻ്റെ ജോലി അതല്ല. കുബുദ്ധി ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങളല്ല ഞാൻ. അത് മനസ്സിലായോ? അപ്പോഴാണ് അവളുടെ അമ്മ വന്നിട്ട് പറയുന്നത്, അതേ, നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇദ്ദേഹം താണ് സംസാരിക്കുമ്പോൾ നിങ്ങൾ അഹങ്കാരം കാണിക്കുക? മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ കയ്യും കെട്ടി കുനിഞ്ഞു നിന്ന് ഇയാളോട് സംസാരിക്കണമെന്നാണോ പറയുന്നത്? ഇയാളാരാ, എൻ്റെ മേലധികാരിയോ അതോ മഹാരാജാവോ? ചേട്ടാ, ഞാൻ പറഞ്ഞതല്ലേ ഇയാളോട് സംസാരിച്ചിട്ട് സമയം വേസ്റ്റാക്കണ്ടെന്ന്. ഇയാളോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇതാണ് മിഡിൽ ക്ലാസ് ബുദ്ധി. നമ്മുടെ സ്വത്ത് കണ്ടിട്ടാണ്. സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടിയാണ് മകനെ മുമ്പിൽ നിർത്തി ഇയാൾ ചെയ്യുന്നത്. ഇങ്ങനെ ഇയാളും മകനും ഒത്തു കളിക്കുന്നതാണ്. നമ്മുടെ വീട്ടിൽ വന്നതാണല്ലോ ഇയാൾ. ഒക്കെ കണ്ടപ്പോൾ ആശ തോന്നിക്കാണും എല്ലാം സ്വന്തമാക്കണമെന്ന്. ഒരു ബസ് ഡ്രൈവർ വിചാരിച്ചാൽ നമ്മുടെ സമ്പാദ്യത്തിൻ്റെ 1% പോലും ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. മകനെ ഉപയോഗിച്ച് എല്ലാം സ്വന്തമാക്കാൻ നോക്കുക. അപ്പോഴാണ് രവിയേട്ടൻ്റെ കൂട്ടുകാരൻ പറയുന്നത്, നിർത്ത്, നിങ്ങൾ ആരോടാണ് ഇതൊക്കെ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് തെറ്റി. രവി നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല. നിങ്ങളൊക്കെ മനുഷ്യരെക്കാൾ പണത്തെ സ്നേഹിക്കുന്നവരാ. രവി അങ്ങനെയല്ല. പണമല്ല അവന് വലുത്, മനുഷ്യരുടെ സ്നേഹമാണ്. താൻ ഓടിച്ച ബസ്സിടിച്ച് മരിച്ച ഒരാളുടെ കുടുംബത്തെ ചേർത്ത് പിടിച്ചവനാണവൻ. അവൻ്റെ കുറ്റം കൊണ്ടല്ല അയാൾ മരിച്ചത്. എന്നിട്ടും അയാളുടെ കുടുംബത്തെ സ്വന്തം കുടുംബാക്കി. അയാളുടെ മകളാണ് ഇയാളുടെ പ്രിയപ്പെട്ട മരുമകൾ. സ്വന്തം മകനെ കൊണ്ട് ആ കുട്ടിയെ കെട്ടിച്ച് ജീവിതം കൊടുത്തവൻ. ഒന്നും ഇല്ലാത്ത വീട്ടിൽ നിന്നാണ് ഇവൻ മരുമകളെ കണ്ടെത്തിയത്. നിങ്ങളുടെ പണവും സ്വത്തും ഒക്കെ അവിടെ വെച്ചാൽ മതി. പണം ആഗ്രഹിക്കുന്നവനല്ല രവി. ഓ, അത്രയ്ക്ക് വലിയ ത്യാഗിയാണോ ഇയാള്? അതെ, പണക്കാരിങ്ങനെയാ അശോക. അവരെന്തു തന്നെയാണെങ്കിലും പണത്തിനെ മുൻനിർത്തിയേ കാണൂ. സംസാരിക്കൂ. പാവപ്പെട്ടവരൊക്കെ അവരുടെ പണം ആഗ്രഹിക്കുന്നവരാണെന്ന വിചാരം. വീട്ടിൽ എന്തെങ്കിലും കാണാതെ പോയാൽ ഉടനെ അത് വേലക്കാരി മോഷ്ടിച്ചതാണെന്ന് പറയും. അതിവരുടെ ശീല. ആ ശീലത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇവരുടെ സ്വത്ത് തട്ടിയെടുക്കാനായിട്ട് ഞാൻ എൻ്റെ മകനെ മുൻനിർത്തി കളിക്കുന്നു എന്നാണ് പറയുന്നത്. നിർത്ത് നിങ്ങളുടെ പ്രസംഗം. ഇത് കേൾക്കാനല്ല ഞങ്ങൾ വന്നത്. മകനെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കും. എൻ്റെ മകളെ ഇനി അവൻ കാണരുത്, സംസാരിക്കരുത്. പറഞ്ഞേക്കവനോട്. ഇതാദ്യം നിങ്ങൾ നിങ്ങളുടെ മകളോട് പോയിട്ട് പറ. എൻ്റെ മകൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അവനോട് എന്ത് പറയണമെന്ന് നിങ്ങൾ എന്നെ പറഞ്ഞു പഠിപ്പിക്കൊന്നും വേണ്ട. വാ അശോക. അവർ രണ്ടുപേര് പോവാണ്. അപ്പോൾ അതായത് വർഷയുടെ അമ്മ പറയാണ്, ഇതാ ഞാൻ പറഞ്ഞത്, ഇയാളെ കാണുമോ സംസാരിക്കുമോ ചെയ്യണ്ടെന്ന്. അപ്പോൾ അയാൾ പറയാണ്, അവൻ ഇപ്പോഴും എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. സാറില്ല, എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെയാണ് ഇതിവിടെ അവസാനിക്കുന്നത്. അടുത്ത പുതിയ ഭാഗവുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും see you all.